മൂന്നാം സീരീസിൽ അടുത്തത് നമ്മൾ കാളനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കാളൻ ഉണ്ടാക്കണ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും പോയി നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് കണ്ടുവരാം കേട്ടോ. കാളൻ ഉണ്ടാക്കാൻ നമുക്ക് 2 കായും ഒരു ചെറിയ കഷ്ണം ചേനയാണ് വേണ്ടത്. കായ നമ്മൾ കായേന്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. അതേമാതിരി തന്നെ നമ്മൾ ചേനയും തോലൊക്കെ ചെത്തിയിട്ട് വലിയ നല്ല ചെറിയതാവണ്ട, ഒരു മീഡിയം ടൈപ്പിൽ മുറിച്ചെടുത്തതാണ് കേട്ടോ. അത് ഞാൻ എന്നിട്ട് കഴുകി എടുത്തതാണ്. ഇതിനി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് കാര്യമായിട്ട് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളമൊന്നും വേണ്ട, നമുക്കത് വേവാൻ മതി. ഒറ്റ വിസിൽ മതി. ഇതെന്താ വെച്ചാൽ ചെറിയ കഷ്ണമായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അതായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തത്. അത്രയും കഷ്ണത്തിലേക്ക് ഒരു തേങ്ങ നല്ലോണം അരച്ചെടുക്കണം. പണ്ട് ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മഷി പോലെ അരച്ചെടുക്കുക എന്നാണ് പറഞ്ഞു കേട്ടത്. നല്ലോണം തൈരും കൂട്ടിയിട്ട് നല്ല അമ്മീമിലൊക്കെ ഇട്ടിട്ടാണ് ഇത്ര അരയ്ക്കുക, കുറുക്ക് കാളന് വേണ്ടിയിട്ട്. അത് നമ്മളിപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുക. ഞാൻ 2-3-4 പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്നാണ് പറയുക. അങ്ങനെ വെള്ളം ചേർക്കാതെ തൈര് മാത്രം കൂട്ടിയിട്ട് അരച്ചെടുത്തു. അപ്പോഴേക്ക് കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെന്ത് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചത് തേങ്ങയൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ്, 1 സ്പൂണ് നെയ്യ് ഇട്ടാൽ അതിന് നല്ലൊരു ടേസ്റ്റാണ്. സദ്യേൻ്റെയൊക്കെ കാളൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരും കേട്ടോ, കുറുക്ക് കാളൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 സ്പൂണ് ഉലുവ ഇടുക. അത് പൊട്ടി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കപ്പൽ മുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയായ നമ്മളെ കാളൻ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സദ്യേൻ്റെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ വേറൊരു വിഭവമായിട്ട് വരുന്നവരേക്കും ബായ്.